ദുഷ്ടശക്തികളെ നശിപ്പിച്ച ദിവസമായതിനാൽ പ്രതിബന്ധങ്ങളെയും കഷ്ടപ്പാടുകളെയും തരണം ചെയ്യാനായി വ്രതമെടുത്ത് കാവടി ഏന്തി നാമങ്ങൾ ഉരുവിട്ടും പൂജ നടത്തിയും ഭക്തജനങ്ങൾ തൈപ്പൂജം ആചരിക്കുന്നു. ഈ 2025 ഫെബ്രുവരി 10 ഒരിക്കലൂണായി നമുക്ക് വ്രതം ആരംഭിച്ച് എടുക്കാവുന്നതാണ്. ഫെബ്രുവരി 10 വൈകിട്ട് 6:01 പൂയം നക്ഷത്രം ആരംഭിച്ച് ഫെബ്രുവരി 11 വൈകിട്ട് 6:35 അവസാനിക്കുന്നു. ദേവന്മാരെയും മാനവരെയും ഉപദ്രവിച്ചു കൊണ്ടിരുന്ന താരകാസുരന്റെയും സിംഹമുഖന്റെയും വധിച്ച ദിവസമാണ് തൈപ്പൂയയായി ആഘോഷിച്ചു വരുന്നത്. തൈപ്പൂയം ഈ വർഷം വരുന്നത് ചൊവ്വാഴ്ച ദിനമാണ്. ചൊവ്വാഴ്ച മുരുകന് ഏറെ വിശേഷപ്പെട്ട ദിനമാണ്. തൈപ്പൂയം കൂടി ചേർന്ന് വരുന്ന ഈ ദിവസം വളരെ പുണ്യം നിറഞ്ഞതാണ്. പറ്റുന്നവർ പൂർണ്ണ ഉപവാസമായി വ്രതം എടുത്ത്, അല്ലാത്തവർ പഴങ്ങളോ ഇളനീരോ പച്ചക്കറികളോ ഒക്കെ കഴിച്ച് വ്രതം എടുക്കാവുന്നതാണ്. മഞ്ഞ, ഓറഞ്ച് എന്നീ നിറങ്ങളിലുള്ള പഴങ്ങളും പലഹാരങ്ങളൊക്കെയാണ് കൂടുതൽ ഭക്തർ കഴിക്കാറുള്ളത്. പഞ്ചാമൃതം ഉണ്ടാക്കി നേദിക്കുന്നത് മുരുകന് വളരെ ഇഷ്ടപ്പെട്ട നേദ്യങ്ങളിലൊന്നാണ്. വ്രതം എടുക്കുന്ന ഭക്തർ ഭഗവാൻ ഇഷ്ടപ്പെട്ട മഞ്ഞ, ഓറഞ്ച് വസ്ത്രം ധരിക്കുന്നതിലും നല്ലതാണ്. ഭക്ഷണം ദാനം ചെയ്യുന്നതും വളരെ ശ്രേഷ്ഠമാണ്. തൈപ്പൂയം കാവടി എടുക്കുന്നത് വലിയൊരു വഴിപാടാണ്. ഭക്തജനങ്ങൾ തങ്ങളുടെ ദുരിതങ്ങൾ മാറാനായി വ്രതം എടുത്ത് അനുഷ്ഠിക്കാറുണ്ട്.